ആശാ സ്പെഷ്യൽസിൽ ഇന്ന് കള്ളപ്പമാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് 1 കിലോ പച്ചരി കുതിർത്ത് 6 മണിക്കൂർ കുതിർത്ത് അതിലേക്ക് ഒരു നാളികേരം ചെറിയത്, ചോറ്, ജീരകം, ഏലക്കായ, കള്ള്. ഒരു മിക്സിയിൽ നാളികേരവും ചോറും അരിയും ഏലക്കായയും ജീരകവും കൂടി അടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു. മറ്റൊരു പാത്രത്തിൽ ശർക്കര നീരൊഴിച്ചിട്ട് അതേപോലെ തന്നെ അടിച്ച് ഒഴിച്ചതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതിൽ പഞ്ചസാര 3-4 തവി പഞ്ചസാര, നമ്മൾ മാവിനനുസരിച്ചുള്ള മധുരം കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് ഉപ്പും ചേർക്കണം, മധുരം ഒരു ബാലൻസിന് വേണ്ടിയിട്ട്. കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കണം, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് റെഡിയായി, മാവ് റെഡിയായി. മൂടി വയ്ക്കുക. രാത്രിയിലാണ് ഇത് ചെയ്യുന്നത്. ഇതിന് നേരം വെളുത്തിട്ടാണ് കള്ളപ്പം ഉണ്ടാക്കുക. ഇത് ശർക്കര നീരിലാണ്. ശർക്കര ഉരുക്കി കട്ടിയാക്കി വെക്കണം, അല്ലെങ്കിൽ വെള്ളം കൂടും. ഈ വെള്ളം കാണുന്നുണ്ടല്ലോ, എത്രയും മാവ്. നേരം വെളുത്ത് 7:30 ആയപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ എല്ലാം മാവ് പൊന്തി വന്നിട്ടുണ്ട്. ഗ്യാസുമ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഒരു പ്ലേറ്റിൽ എണ്ണ തടവി മാവ് കോരി ഒഴിക്കണം. കള്ളെല്ലാം അതിൽ ചേർത്തിട്ടുണ്ട്. തലേ ദിവസം തന്നെ കള്ളൊഴിച്ചിരുന്ന് അരച്ചത്. പച്ചരിയും നാളികേരവും പഞ്ചസാരയും എല്ലാം കൂടി തലേ ദിവസം അരച്ച്. ഇപ്പോൾ നന്നായിട്ട് വെന്തു പൊന്തി വന്നു. കള്ളപ്പം നന്നായിട്ട് പൊന്തി വന്നു. കണ്ടോ, നല്ല സ്പോഞ്ച് പോലെയായി, നല്ല മാർദ്ദവമായിട്ട്. ഇതിൽ തന്നെ കാണാമല്ലോ നിങ്ങൾക്ക്. കണ്ടേ, നല്ല പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട്. ഇനി ശർക്കരയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇതേ ബാറ്റർ തന്നെ ഉണ്ടാക്കാം. ശർക്കര ഉരുക്കി ഇത്തിരി കട്ടിയാക്കിയിട്ട് വേണം അതിലൊഴിക്കാൻ. ഇത് ശർക്കരയിൽ. അത് ഞാൻ 3-4 മുന്തിരി ഇട്ടതിൻ്റെ ആ കളറ് കാണുന്നത്, കറുത്ത മുന്തിരിയുടെ. അതും ഇതേപോലെ തന്നെ നന്നായിട്ട് പൊന്തി വന്നു. ഇതൊന്ന് ഉണ്ടാക്കി നോക്ക്, ക്രിസ്മസ് അല്ലേ.